പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോക പ്രശസ്തരുടെ വിജയകഥകൾ, ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ എന്ന പ്രചോദന പരമ്പരയിലെ 6ാമത്തെ എപ്പിസോഡിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെളിച്ചം വീശുന്നത് തിളക്കമുള്ള സ്റ്റേജുകളിലെ പ്രകടനങ്ങൾക്കപ്പുറം വേദനയും അതിജീവനവും നിറഞ്ഞ ഒരു ജീവിതമാണ്. 1980കളിൽ ഒരു പോപ്പ് പാവയായി വിമർശിക്കപ്പെട്ട ശേഷം ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതാ കലാകാരികളിൽ ഒരാളായി സ്വയം സ്ഥാപിച്ച കൈലി ആൻ മിനോഗിന്റെ സത്യസന്ധമായ കഥ. ഓസ്ട്രിയൻ ഗായികയും ഗാനരചയിതാവും നടിയുമായ അവരുടെ ജീവിതം നമ്മുടെ ഉള്ളിലെ ഭയങ്ങളെയും സംശയങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ്. കൈലി ആൻ മിനോഗ്, പുനർജന്മത്തിന്റെ റാണി, തോൽക്കാൻ മനസ്സില്ലാത്തവൾ. രചന, അവതരണം ഡോക്ടർ സുജ സതീഷ്. കൈലി ആൻ മിനോഗ് 1968 മെയ് 28 മെൽബണിൽ കരോൾ ആനിന്റെയും റൊണാൾഡ് ചാൾസ് മിനോഗിന്റെയും മകളായി ജനിച്ചു. കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ കാരണം പലയിടങ്ങളിലേക്ക് താമസം മാറിയത് കൈലിയെ ലജ്ജാലുവായ ഒറ്റപ്പെട്ടൊരു കുട്ടിയാക്കി. ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ കലയെ കൂട്ടുപിടിച്ചു. 1986 നൈബേഴ്സ് എന്ന സോപ്പ് ഓപ്പറയിലെ ഷാർലീൻ മിച്ചൽ എന്ന കഥാപാത്രമായി അവർ ഓസ്ട്രിയൻ വീടുകളുടെ ഭാഗമായി. 1987 ആ റെക്കോർഡ് വിവാഹ എപ്പിസോഡ് കണ്ട പ്രേക്ഷകരുടെ എണ്ണം 20 ദശലക്ഷമാണ്. തുടർന്ന് ഓസ്ട്രിയൻ ടെലിവിഷൻ രംഗത്തെ ഏറ്റവും വലിയ പുരസ്കാരമായ ഗോൾഡ് ലോഗി അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി കൈലി മാറി. 1989 ദി ഡെലിഗൻസ് എന്ന ചിത്രത്തിലൂടെയാണ് മിനോഗ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഒരു മികച്ച നടി എന്ന പദവിയിൽ നിന്ന് തന്റെ യഥാർത്ഥ പാഷനായ സംഗീതത്തിലേക്ക് തിരിയുക എന്നതായിരുന്നു കൈലിയുടെ ആദ്യ ധർമ്മസങ്കടം. 1987 കൈലിയുടെ സംഗീത ജീവിതം ആരംഭിച്ചു. ലണ്ടനിലെ പ്രശസ്ത ഹിറ്റ് മേക്കർമാരായ സ്റ്റോക്ക്, എയ്റ്റ്കൻ, വാട്ടർമാൻ എന്ന പ്രൊഡ്യൂസർ ത്രയവുമായി SAW അവർ കരാറുണ്ടാക്കി. സ്വാ എന്നത് സ്റ്റോക്ക്, എയ്റ്റ്കൻ, വാട്ടർമാൻ, അതായത് മൈക്ക് സ്റ്റോക്ക്, മാറ്റ് എയ്റ്റ്കൻ, പീറ്റ് വാട്ടർമാൻ എന്ന 3 പ്രൊഡ്യൂസർമാരുടെ ചുരുക്കപ്പേരാണ്. 80കളിലും 90കളിലും യൂറോപ്പിലെ പോപ്പ് സംഗീതത്തെ അടക്കി ഭരിച്ചവരായിരുന്നു അവർ. കൈലി സ്വാവിന്റെ സ്റ്റുഡിയോയിൽ ആദ്യമായി എത്തിയപ്പോൾ അവർക്ക് കൈലിയെ ഓർമ്മയുണ്ടായിരുന്നില്ല. സ്റ്റുഡിയോയ്ക്ക് പുറത്ത് കൈലി കാത്തു നിൽക്കുമ്പോൾ അവർ വെറും 40 മിനിറ്റിനുള്ളിൽ ഐ ഷുഡ് ബി സോ ലക്കി എന്ന പാട്ടെഴുതി റെക്കോർഡ് ചെയ്തു. ഈ പാട്ടും 1988 ആൽബം കൈലിയും വൻ വിജയമായിരുന്നു. UK-യിൽ 1980കളിൽ ഒരു വനിതാ ആർട്ടിസ്റ്റ് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ആൽബം എന്ന റെക്കോർഡ് അത് നേടി. പക്ഷേ ഈ വിജയത്തോടൊപ്പം കടുത്ത വിമർശനങ്ങളും ഉയർന്നു. കൈലി വെറുമൊരു ബംബിൾഗം പോപ്പ് ആണ്, അവളുടെ ശബ്ദം കൃത്രിമമാണ് എന്ന് വിമർശകർ പറഞ്ഞു. പാട്ടുപാടുന്ന ബഡ്ജി, ദ സിംഗിങ് ബഡ്ജി എന്ന പരിഹാസം അവളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു. കൈലിക്ക് തോന്നി, ഞാൻ മറ്റൊരാൾ എഴുതിയ പാട്ടുകൾ പാടുന്ന ഒരു പാവ മാത്രമാണ്. വിമർശനങ്ങളിൽ തളരാതെ കൈലി ഒരു ധീരമായ തീരുമാനമെടുത്തു. സാവിനെ വിട്ട് കൂടുതൽ പരീക്ഷണാത്മക സംഗീതത്തിനായി ഡീകൺസ്ട്രക്ഷൻ റെക്കോർഡ്സിൽ ചേർന്നു. അവർ തന്റെ പ്രതിച്ഛായ പൂർണ്ണമായി മാറ്റി. റോക്ക് ഇൻഡി ആർട്ടിസ്റ്റുകളുമായി നിക്ക് കേവ് ഉൾപ്പെടെ സഹകരിച്ചു. 1997 തന്റെ ഏറ്റവും വ്യക്തിപരമായ ആൽബമായ ഇമ്പോസിബിൾ പ്രിൻസസ് പുറത്തിറക്കി. ഇതൊരു കലാപരമായ വിജയമായിരുന്നെങ്കിലും വാണിജ്യപരമായി പരാജയപ്പെട്ടു. അതിന്റെ ഫലമായി 1998 റെക്കോർഡ് ലേബൽ അവളെ പുറത്താക്കി. കൈലിയുടെ കരിയർ അവസാനിച്ചുവെന്ന് ലോകം വിധിയെഴുതിയ നിമിഷം. തകർന്നുപോയ കരിയറുമായി നിൽക്കുമ്പോൾ പോലും കൈലി തിരിച്ചറിഞ്ഞു, പരാജയപ്പെട്ടെങ്കിലും ഞാൻ എന്റെ ആത്മാവിനോട് നീതി പുലർത്തി. ഇനി എനിക്ക് തിരിച്ചു വരണം ശക്തമായി. 1999 പാർലോഫോണിൽ ഒപ്പിട്ട ശേഷം
കൈലി തന്റെ ക്ലാസിക് ഡിസ്കോ പോപ്പിലേക്ക് മടങ്ങി, പക്ഷേ തികച്ചും ആധുനിക രീതിയിൽ. 2000 ഇറങ്ങിയ ലൈറ്റ് ഇയേഴ്സ് ആൽബം ഒരു വലിയ ഹിറ്റായി. സ്പിന്നിങ് അറൌണ്ട് എന്ന ഗാനം തുടർച്ചയായ 3 പതിറ്റാണ്ടുകളിൽ, അതായത് 70കൾ, 80കൾ, 90കളുടെ UK ചാർട്ടിൽ 1ാം സ്ഥാനത്തെത്തിയ കലാകാരി എന്ന റെക്കോർഡിന് ഉടമയായി. 2001 ഇറങ്ങിയ ഫീവർ ആൽബമാണ് കൈലിയെ ആഗോള സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയത്. കാൻറ്റ് ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ ഹെഡ് എന്ന ഗാനം 40ലധികം രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്തെത്തി. 50 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റു. ഈ കാലഘട്ടത്തിൽ കൈലി അന്താരാഷ്ട്ര അവാർഡുകൾ വാരിക്കൂട്ടി. ഓസ്ട്രേലിയൻ റെക്കോർഡിംഗ് ഇൻഡസ്ട്രി അസോസിയേഷൻ ARIA അവാർഡുകൾ തുടർച്ചയായി നേടി. 2004 കം ഇൻ ടു മൈ വേൾഡ് എന്ന ഗാനത്തിന് മികച്ച ഡാൻസ് റെക്കോർഡിംഗിനുള്ള ഗ്രാമി അവാർഡ് ലഭിച്ചു. വിജയത്തിന്റെ കൊടുമുടിയിലെത്തുമ്പോൾ 2005 മെയ് മാസത്തിൽ കൈലിയുടെ ജീവിതം മാറി പറഞ്ഞു. ലോക ടൂറിംഗിനിടെ സ്തനാർബുദം ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. ഇതായിരുന്നു കൈലിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം. ലോകം മുഴുവൻ അവരുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചു. ശസ്ത്രക്രിയയ്ക്കും കഠിനമായ കീമോതെറാപ്പിക്കും ശേഷം കൈലി തോൽക്കാൻ മനസ്സില്ലാതെ നിന്നു. 2006 രോഗമുക്തി നേടിയ ശേഷം അവർ സ്റ്റേജിലേക്ക് മടങ്ങിയെത്തി. ഷോ ഗേൾ ഹോം കമ്മിങ് ടൂർ എന്ന പേരിൽ. അവരുടെ നൃത്തച്ചുവടുകൾക്ക് വേഗത കുറഞ്ഞെങ്കിലും ആ സ്റ്റേജിലെ അവളുടെ സാന്നിധ്യം പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും പ്രതീകമായിരുന്നു. ശരീരത്തിന്റെ വേദനകളോ കുറവുകളോ ഒരു പോരാളിയുടെ ആത്മാവിനെ തകർക്കില്ല. കൈലി ആത്മവിശ്വാസത്തോടെ ലോകത്തിനു മുന്നിൽ നിന്നു. തിരിച്ചുവരവിന് ശേഷം കൈലി ഒരു പോരാളിയായി മാറി. അവർ കലാപരമായും ഔദ്യോഗികമായും ലോകത്തെ അത്ഭുതപ്പെടുത്തി. 2008 ബ്രിട്ടീഷ് സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകൾക്ക് ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ OBE ബഹുമതി ലഭിച്ചു. 2009 ഓസ്ട്രിയൻ സമൂഹത്തിന് നൽകിയ സേവനങ്ങൾക്ക് ഓഫീസ് ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രിയ AO ബഹുമതി ലഭിച്ചു. കൈലി ഒരു നവീകരണത്തിന്റെ രാജ്ഞി, ക്വീൻ ഓഫ് റീ ഇൻവെൻഷൻ ആണ്. അവർ ഏറ്റവും പുതിയ തലമുറയ്ക്കും പ്രിയങ്കരിയായി തുടർന്നു. 2023 ടെൻഷൻ ആൽബത്തിലൂടെ അവർ ഒരു ലോക റെക്കോർഡ് സ്ഥാപിച്ചു. തുടർച്ചയായ 5 പതിറ്റാണ്ടുകളിൽ 1980, 1990, 2000, 2010, 2020കളിൽ UK ചാർട്ടിൽ 1ാം സ്ഥാനത്തുള്ള ആൽബങ്ങൾ നേടിയ ഏക വനിതാ ആർട്ടിസ്റ്റ് എന്ന റെക്കോർഡ് 50കളിലും പാടാം പാടം എന്ന ഗാനത്തിലൂടെ അവർ നേടിയ വിജയം കാലത്തിന് പ്രായമാവില്ല എന്ന് തെളിയിച്ചു. സുഹൃത്തുക്കളെ, കൈലി മിനോഗിന്റെ കഥ അവസാനിക്കുന്നില്ല. അവരുടെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് നോക്കാൻ ആവശ്യപ്പെടുന്നു. പ്രതിസന്ധികളിൽ ആരും നിങ്ങളെ ഓർക്കുന്നില്ലെങ്കിൽ പോലും സ്വയം വിശ്വസിക്കുക. പരാജയങ്ങളെ പടവുകളാക്കി മാറ്റുക. വിമർശനം വെളിച്ചമാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം നിങ്ങളുടേത് മാത്രമാണ്. അത് തോൽക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. കൈലി മിനോഗിന്റെ ഈ അനശ്വരമായ താളം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾക്ക് എത്ര പ്രഹരമേറ്റാലും നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയും. ഓരോ തവണയും കൂടുതൽ തിളക്കത്തോടെ, കൂടുതൽ ശക്തിയോടെ. പ്രിയപ്പെട്ടവരെ, ലോക പ്രശസ്തരുടെ വിജയകഥകൾ, ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ എന്ന പ്രചോദന കഥാ പരമ്പരയിലെ 6ാമത്തെ എപ്പിസോഡായ കൈലി മിനോഗ്, പുനർജന്മത്തിന്റെ റാണി, തോൽക്കാൻ മനസ്സില്ലാത്തവൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മഹത് വ്യക്തിയുടെ പ്രചോദന കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് എന്റെ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റ്, സബ്സ്ക്രൈബ്, ഷെയർ നൽകി പ്രോത്സാഹിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി. സ്നേഹപൂർവ്വം, നിങ്ങളുടെ ഡോക്ടർ സുജ സതീഷ്.